നമസ്കാരം. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാമത്തെ ബജറ്റാണെന്ന കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചത്. വലിയ പ്രതീക്ഷയോടുകൂടിയായിരുന്നു കേരളം ഈ ബജറ്റിനെ നോക്കിക്കണ്ടത്. ഒരുപാട് പദ്ധതികൾ കേരളത്തിന് ലഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പ്രീ ബഡ്ജറ്റ് ചർച്ചയിലടക്കം നമ്മൾ ഒരുപാട് പദ്ധതികൾ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ആവശ്യപ്പെട്ട ഒരു പദ്ധതി പോലും നൽകിയില്ലെന്ന് മാത്രമല്ല, കേരളം എന്ന ഒരു സംസ്ഥാനം രാജ്യത്തിന്റെ ഭൂപടത്തിൽ ഉണ്ട് എന്ന് തന്നെ കേന്ദ്ര സർക്കാർ മറന്നു എന്നാണ് ബജറ്റിന്റെ വിശദാംശങ്ങൾ പൂർണ്ണമായും പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തു തന്നെയായാലും രാജ്യത്തിന്റെ ഭൂപടത്തിൽ കേരളമുണ്ടോ എന്നൊരു ചോദ്യം ഇപ്പോൾ കേരളക്കാർ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ കക്ഷി രാഷ്ട്രീയം ഒന്നും തന്നെയില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്നും കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന 15-16% ആളുകൾ കേരളത്തിൽ ഉണ്ട് എന്നെങ്കിലും നരേന്ദ്രമോദിയും നിർമ്മല സീതാരാമനും ഓർക്കേണ്ടതായിരുന്നു. എന്തായാലും ഈ ബജറ്റിൽ ഒന്നും ലഭിക്കാത്തതിൽ വലിയ നിരാശരാണ് കേരളത്തിലെ ജനങ്ങൾ. കേരളം ആവശ്യപ്പെട്ട ഒരു പദ്ധതി പോലും അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, അവഹേളിക്കുകയാണ് ഇപ്പോൾ BJPയുടെ സംസ്ഥാന നേതാക്കന്മാർ ചെയ്യുന്നത്. BJPക്കാർ കരുതുന്നത് അവരുടെ സ്വന്തം പാർട്ടി ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ സംഘപരിവാറിന്റെ നാഗപ്പൂരിലെ ആസ്ഥാനത്ത് നിന്ന് എടുത്താണ് ഈ ബജറ്റെല്ലാം അവതരിപ്പിക്കുന്നതെന്നാണ്. കേരളത്തിന് ആവശ്യമുള്ള കാര്യങ്ങളാണ് കേരളം ചോദിക്കുന്നത്. ഒരു കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ, ഒരു യൂണിയൻ ഭരിക്കുന്ന സർക്കാർ എന്ന രൂപത്തിൽ കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല, അത് സംസ്ഥാനത്തിന്റെ അവകാശമാണ് ഇതിൽ പദ്ധതികൾ എന്ന് ഇനിയെങ്കിലും BJPക്കാരൻ തിരിച്ചറിയണം. വിശദമായി പരിശോധിക്കാം എന്തുകൊണ്ടാണ് കേരളത്തെ ഇത്രത്തോളം BJPക്കാരും കേന്ദ്ര സർക്കാരും വെറുക്കുന്നത്. എന്തിനാണ് കേരളത്തെ ഇത്തരത്തിൽ ശ്വാസം മുട്ടിക്കുന്നത്? PS സൗപർണികയാണ് കൂടെയുള്ളത്. അതായത് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ച ബജറ്റിൽ കേന്ദ്രം കേരളത്തെ പൂർണ്ണമായും അവഗണിക്കുകയാണ്. കേരളത്തിന് ഒരു എയിംസ് ഉണ്ടാകുമെന്ന് കേരളത്തിൽ നിന്ന് താമര ചിഹ്നത്തിൽ വോട്ട് ചോദിച്ച് ജയിച്ചുപോയ സുരേഷ് ഗോപി എല്ലാ സ്ഥലത്തും പറയും. ആലപ്പുഴ പോയി പറയുന്നു ഇവിടെ ഒരു എയിംസിന് സ്ഥലം കിട്ടുമോ, കോഴിക്കോട് പോയി പറയുന്നു ഇവിടെ ഒരു എയിംസിന് സ്ഥലം കിട്ടുമോ, തൃശ്ശൂരിൽ ചോദിക്കുന്നു ഇവിടെ ഒരു എയിംസിന് സ്ഥലം കിട്ടുമോ, തിരുവനന്തപുരത്ത് ഒരു എയിംസിന് സ്ഥലം കിട്ടുമോ. ഇങ്ങനെ ചോദിച്ചല്ലാതെ ജനങ്ങൾ വിചാരിച്ച് ഇത്തവണ ബജറ്റിൽ എയിംസ് ഉണ്ടാകുന്നു. എയിംസ് പോയിട്ട് ഒരു ഹെൽത്ത് സെന്റർ പോലും കേരളത്തിന് അനുവദിച്ചില്ല എന്നൊരു യാഥാർത്ഥ്യം. മറ്റൊന്ന്, ശബരി റെയിൽ. നേരത്തെ ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ആ സർക്കാരിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന P ചിദംബരം, പളനിയപ്പൻ ചിദംബരം എന്ന് പറയുന്ന ധനകാര്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ BJPക്കാർ തലേ ദിവസം വാർത്താ സമ്മേളനം നടത്തി പറയും കേരളത്തിൽ ശബരിപാത വേണം, ശബരിപാത അനുവദിച്ചാൽ മാത്രമേ ശബരിമല തീർത്ഥാടകർക്ക് ആശ്വാസം കിട്ടൂ. നിർഭാഗ്യവശാൽ അന്ന് UPA സർക്കാർ ശബരിപാത അനുവദിച്ചില്ല എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ 2016 അധികാരത്തിലേറിയ ഇന്ന് 12 വർഷമാകുന്ന നരേന്ദ്രമോദി സർക്കാർ, മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നിട്ടും ശബരിപാത പണ്ടുണ്ടാക്കിയതല്ലാതെ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ ആവശ്യം കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്ക് സ്ഥലമേറ്റെടുത്തു എന്നല്ലാതെ കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയുടെ അവസ്ഥ ഇന്ന് എന്താണെന്ന് നമുക്ക് വളരെ കൃത്യമായി അറിയാം. പുതിയ ട്രെയിനുകൾ കേരളത്തിൽ ഈ വന്ദേ ഭാരത് വന്നപ്പോൾ 3 വന്ദേ ഭാരത് ലഭിച്ചിട്ടുണ്ടെന്നൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ വന്ദേ ഭാരത് ട്രെയിൻ, വന്ദേ ഭാരത് എന്ന് പറയുന്ന തീവണ്ടി സാധാരണക്കാരന് ഉപകാരപ്പെടുന്ന തീവണ്ടിയല്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കേരളത്തെ ആകെ ശ്വാസം മുട്ടിക്കുകയാണ്. കേരളത്തെ മാത്രമല്ല BJP ഇതര സർക്കാരുകളുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും വരിഞ്ഞു മുറുക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. പക്ഷേ BJP ഇതര സർക്കാരുകളുള്ള കർണാടകമായാലും ആന്ധ്രയായാലും തെലങ്കാനയായാലും ഹിമാചൽ പ്രദേശ് ആയാലും ഇവർക്കെല്ലാം തനത് വരുമാനമുണ്ട്. കാരണം രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്വർണം ഖനനം നടത്തുന്ന സംസ്ഥാനങ്ങളിലൊന്ന് കർണാടകയാണ്. ബാംഗ്ലൂർ നഗരത്തിലെ IT സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രം ബാംഗ്ലൂരുവിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ കർണാടക സംസ്ഥാനത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഏറ്റവും കൂടുതൽ വ്യവസായശാലകളുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കർണാടക. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ കൃഷി ഉൽപാദന രംഗത്ത് മികച്ച മുന്നേറ്റം സൃഷ്ടിക്കുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക. വ്യവസായങ്ങളുണ്ട്, ഗോൾഡ് മൈനിങ് ഉൾപ്പെടെ, സ്വർണ്ണഖനനം ഉൾപ്പെടെ നിരവധിയായ പദ്ധതികൾ കർണാടകയിൽ. തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ വൻകിട കമ്പനികളുടെ, കുത്തക കമ്പനികളുടെ ഫാക്ടറികളിൽ ഭൂരിഭാഗം പ്രവർത്തിക്കുന്ന രാജ്യത്ത് തമിഴ്നാട്ടിലാണ്. ടെക്സ്റ്റൈൽ കമ്പനികൾ, തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ വരുമാനമുള്ള ടെക്സ്റ്റൈൽ കമ്പനികളുണ്ട്. തെലങ്കാനയിലേക്ക് പോകുമ്പോൾ ഹൈദരാബാദ് എന്ന് പറയുന്ന IT ഹബ്ബ് കൂടിയായ തലസ്ഥാനം തന്നെ ഹൈദരാബാദാണ്. സിനിമാ വ്യവസായം ഉൾപ്പെടെ വലിയ തരത്തിൽ വരുമാനം ലഭിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്ന്, കൃഷി ഉൾപ്പെടെ വലിയ തരത്തിൽ വരുമാനം ലഭിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് തെലങ്കാന. അതുകൊണ്ട് അവരെ കേന്ദ്ര സർക്കാർ എത്ര പിഴിഞ്ഞെടുത്താലും
അല്ലെങ്കിൽ അവരെ എത്ര ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചാലും അവരുടെ ഫണ്ട് കൊണ്ട് അവർക്ക് ആ സംസ്ഥാനത്തിന്റെ വികസനം യാഥാർത്ഥ്യമാക്കാൻ കഴിയും. പക്ഷേ കേരളത്തിന് അങ്ങനെയല്ല. കേരളം മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിച്ച്, മറ്റ് കേന്ദ്രത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനമാണ്. നമുക്ക് നികുതി ഇനത്തിൽ വലിയ ഒരു തുകയൊന്നും നമുക്ക് നീക്കിയിരിക്കാൻ കിട്ടില്ല. നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും ഈ നികുതി വരുമാനം കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തെ BJP വരിഞ്ഞു മുറുക്കുന്നതിൽ ഒരു കാരണമുണ്ട്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് MLA-മാരെ കിട്ടാത്ത ഈ സംസ്ഥാനത്ത്, ഒരു തവണ O രാജഗോപാൽ ജയിച്ചു എന്നൊരു യാഥാർത്ഥ്യമാണ്. ഈ സംസ്ഥാനത്ത് BJPക്കാർ ആദ്യം കേരളത്തിന് ഒരുപാട് മോഹനസുന്ദര വാഗ്ദാനം നൽകി. അതിൽ കേരളത്തിലെ ജനങ്ങൾ വീണില്ല. പിന്നീട് കേരളത്തിൽ വന്ന് കുറെ പ്രഖ്യാപനങ്ങൾ നടത്തി. കേരളത്തിലെ ജനങ്ങളെ ഞങ്ങൾ ചേർത്ത് പിടിക്കും, കേരളത്തിന്റെ ആവശ്യം ഞങ്ങൾ പരിഗണിക്കും. നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വരുമ്പോൾ അമിത്ഷാ തൃശ്ശൂരിൽ വരുന്നു, നിർമ്മല സീതാരാമൻ കോഴിക്കോട് വരുന്നു. വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയല്ലാതെ ഒന്നും. ഇപ്പോൾ അവർക്ക് മനസ്സിലായി അവരുടെ പ്രഖ്യാപനങ്ങളിലോ അവരുടെ കപട പാൽപുഞ്ചിരിയിലോ കേരളത്തിലെ അവരുടെ വഞ്ചന പുഞ്ചിരി കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ ഇനി ഭീഷണിയുടെ സ്വരമാണ് ഇവർ പുറത്തിറക്കിയിരിക്കുന്നത്. ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഒന്നും തരില്ല എന്ന് BJPക്കാരൻ പച്ചയായി പറഞ്ഞിരിക്കുന്നു. അതിന് കുടപിടിക്കുന്ന ഒരു BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്, അതായത് ഡെപ്യൂട്ടേഷനിൽ കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന സംസ്ഥാന പ്രസിഡന്റ് ചോദിക്കുക, തന്ന പദ്ധതികളെല്ലാം നടപ്പിലാക്കിയെന്ന്. ഈ തന്ന പദ്ധതികൾ തിരുവനന്തപുരത്തെ മാരാർജി ഭവനിൽ നിന്നോ സംഘപരിവാറിന്റെ നാഗപ്പൂരിലെ ആസ്ഥാനത്ത് നിന്നോ ഫണ്ട് അനുവദിക്കുന്നതല്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ മനസ്സിലാക്കണം. ഏത് പദ്ധതിയാണ് തന്നത് ഇവിടെ നടപ്പിലാക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ പറയണം. നേരത്തെ BJPക്ക് സംസ്ഥാന പ്രസിഡന്റുമാരുണ്ടായിരുന്നു. PS ശ്രീധരൻപിള്ള BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. V മുരളീധരൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. K സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. CK പത്മനാഭൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. കുമ്മനം രാജശേഖരൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. ഇവരെല്ലാം സംസ്ഥാന അധ്യക്ഷന്മാരായിരുന്ന കാലത്ത് കേന്ദ്ര ബജറ്റ് BJP ഭരിക്കുന്ന കാലഘട്ടമാണെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടമാണെങ്കിൽ കൂടി ഇവർ സംസ്ഥാന അധ്യക്ഷന്മാർ വാർത്താ സമ്മേളനം നടത്തി. അവർ പ്രധാനമന്ത്രിയെ കാണുമായിരുന്നു, ധനകാര്യമന്ത്രിമാരെ കാണുമായിരുന്നു, അല്ലെങ്കിൽ മറ്റു വകുപ്പുകളിലെ മന്ത്രിമാരെ കണ്ടിട്ട് അവർ നിവേദനം കൊടുക്കും. അത് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തടക്കം BJPയുടെ സംസ്ഥാന അധ്യക്ഷന്മാർ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഇന്നെന്ന പദ്ധതികൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നാൽ ഉപകാരമാണെന്ന് പറഞ്ഞ്. പക്ഷേ BJP ഭരിക്കുന്ന സമയത്ത് കേരളത്തിന് ഇങ്ങനെ ഒരു പദ്ധതി വേണമെന്ന് ഒരു വെള്ള പേപ്പറിൽ 2 വരി എഴുതി കൊടുക്കാത്ത രാജീവ് ചന്ദ്രശേഖരാണ് കേരളം നടപ്പിലാക്കിയ പദ്ധതികൾ, അല്ല പ്രഖ്യാപിച്ച പദ്ധതി, അനുവദിച്ച പദ്ധതി നടപ്പിലാക്കിയില്ല എന്ന് പറയുന്നത്. ഡെപ്യൂട്ടേഷനിൽ കേരളത്തിലേക്ക് വന്ന സംസ്ഥാന അധ്യക്ഷന് കടലാടി ഏതാന്ന് അറിയില്ല എന്ന് BJP നേതാക്കന്മാർ തന്നെയാണ് സ്വകാര്യ സംഭാഷണങ്ങളിൽ പറയാറ്. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വിചാരം ഇത് കേന്ദ്രത്തിന്റെ ഔദാര്യമാണ്, BJPയുടെ ആ സംസ്ഥാന കാര്യാലയത്തിൽ നിന്നോ ദേശീയ കാര്യാലയത്തിൽ നിന്ന് എടുത്തു തരുന്നതാണെന്ന്. പക്ഷെ അങ്ങനെയല്ല. നിങ്ങളുടെയും എന്റെയും അടക്കമുള്ള നികുതി പണം എടുത്തിട്ടാണ് ഈ ഫണ്ടെല്ലാം ഉപയോഗപ്പെടുത്തുന്നത് രാജീവ് ചന്ദ്രശേഖർ നിങ്ങൾ തിരിച്ചറിയണം. അത് മാത്രമല്ല, ഇത്തരം സംസ്ഥാനങ്ങളെ പൊറുതി മുട്ടിച്ച് BJPയുടെ കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് BJP കരുതുന്നെങ്കിൽ അത് തെറ്റായ ഒരു ധാരണയാണ്, വ്യാമോഹമാണ്, പകൽക്കിനാമാണ്. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. എന്തായാലും സൗവർണയുടെ ഒരു അഭിപ്രായത്തിൽ എന്തിനാണ് കേരളം പോലെയുള്ള സംസ്ഥാനത്തെ, അതായത് കേന്ദ്രത്തെ ആശ്രയിച്ച് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനത്തെ ഇത്രത്തോളം ഇവർ വരിഞ്ഞു മുറുക്കുന്നത്? അല്ല ചേട്ടാ, ജനാധിപത്യ രീതിയിൽ BJPയുടെ നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഈ പറയുന്നത് പോലെ BJPയുടെ ഫണ്ട് എടുത്തിട്ടല്ല അവർ ഈ തരുന്നതൊന്നും. അപ്പൊ അത്തരത്തിൽ ഇപ്പൊ എന്താണ് ഈ പറയുന്ന പോലെ ആദ്യം വാഗ്ദാനങ്ങൾ നൽകി, ആദ്യം എന്താണ് തലോടുന്ന രീതിയിൽ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞു. ഒരു തരത്തിലും ജനങ്ങൾ BJP അംഗീകരിക്കുന്നില്ല എന്ന് വരുന്നു. ഈ പറയുന്ന പോലെ നിലവിലൊരു MP ഉണ്ട്, തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു. ഇതൊക്കെ പറയുമ്പോഴും BJP കേരളത്തിൽ 3-ാം സ്ഥാനത്ത് തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ അവർക്കുണ്ട്. അവരത് പ്രകടിപ്പിക്കുന്ന രീതിയാണ്. ഇപ്പൊ എന്താണ് ഭീഷണിയുടെ സ്വരമാണ്. ഇനി ഞങ്ങൾക്ക് വോട്ട് ചെയ്താൽ അല്ലെങ്കിൽ BJP അധികാരത്തിലേറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് അർഹതപ്പെട്ടത് എന്തും ഞങ്ങൾ തരൂ എന്ന തലത്തിലേക്ക് മാറിയിട്ടുണ്ട്. കാര്യം ഈ പറയുന്ന പോലെ ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 140-ൽ 1 സീറ്റ് പോലും BJPക്കില്ല. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ കൂടി അത് ആവർത്തിക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ മോഹന വാഗ്ദാനങ്ങളൊന്നും നൽകിയിട്ട് യാതൊരു കാര്യവുമില്ല. ഈ വാഗ്ദാനങ്ങളിലൊന്നും വീഴുന്നവരല്ല കേരളത്തിലെ ജനങ്ങളെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോ ഇവർ ഒറ്റയടിക്ക് പ്ലേറ്റ് തിരിച്ചിരിക്കുകയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും 140-ൽ 0 BJP എങ്കിൽ നിങ്ങൾ ഇത് ഇനിയും ബുദ്ധിമുട്ടും. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഏത് വിധേനയും ഫണ്ടുകൾ കൊടുക്കാതിരിക്കുക, അത്തരത്തിൽ കേരളത്തിന് വലിയ പ്രതിസന്ധിയിൽ കൊണ്ടെത്തിക്കുക. അവസാനം എന്താണ്, സഹികെട്ട് BJPക്ക് വോട്ട് ചെയ്യുക, സഹികെട്ട് BJPയെ ജയിപ്പിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അർഹതപ്പെട്ടത് എന്തും തരൂ എന്ന തലത്തിലേക്ക് BJP തരം താന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇനിയിപ്പോ നോക്കൂ, അവർ തരുന്ന ഒരു പദ്ധതി, ഈ പറയുന്ന പ്രധാനമന്ത്രിയുടെ ഉൾപ്പെടെ പേരിട്ടിട്ടുള്ള ഓരോ പദ്ധതികളും അവർ 60% മാത്രമാണ്, 160% ഫണ്ട് മാത്രമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. 40% സംസ്ഥാന സർക്കാർ നൽകണം. അങ്ങനെ ആവുമ്പോൾ അത് വീണ്ടും സംസ്ഥാന സർക്കാരിനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ
ഒരു തരത്തിലും BJP ഇതര ഗവൺമെന്റ് ഉള്ള സംസ്ഥാനങ്ങളെ ഇപ്പൊ ഏത് തരത്തിലും ബുദ്ധിമുട്ടിക്കുക, ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന തലത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് പക്ഷെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ലേ BJP ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോ ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ BJPയിലെ നേതാക്കൾ എന്താണ്? രാജീവ് ചന്ദ്രശേഖരനെ മാറ്റി നിർത്താം, ബാക്കിയുള്ളവർ ഇതിൽ എന്ത് നിലപാടാണ് എടുക്കുന്നതെന്നൊരു ചോദ്യമുണ്ട്. ഈ പറയുന്ന പോലെ എയിംസിന് എല്ലാ ജില്ലകളിലും സ്ഥലം നോക്കി നടന്ന ഈ പറയുന്ന BJPയുടെ MP എന്ത് നിലപാടാണ് ഈ വിഷയത്തിൽ എടുക്കുന്നതെന്ന് അറിയണമല്ലോ. ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പോലും, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുമ്പോൾ പോലും വോട്ടിന് വേണ്ടിയിട്ട് ഭീഷണിയുടെ രീതിയിൽ അവകാശപ്പെട്ടത്, കേരളത്തിന് അവകാശപ്പെട്ടതെല്ലാം തടഞ്ഞു വെക്കാനുള്ള എന്ത് അധികാരമാണ് ഇവർക്കുള്ളത്? ഇതൊരു ജനാധിപത്യ രാജ്യത്ത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷെ ഇവിടെ മറിച്ചൊരു കാര്യമുണ്ട്. കേരളത്തിലെ ജനങ്ങൾ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കൂടുതലാണ് രാഷ്ട്രീയമായി. അപ്പൊ അവർക്കിത് മനസ്സിലാകും. എനിക്ക് തോന്നുന്നില്ല എന്നാണ് ഈ പറയുന്ന പോലെ ഭീഷണിപ്പെടുത്തി കേരളത്തിന്റെ വോട്ട് സ്വന്തമാക്കാം എന്നുള്ളത് BJPയുടെ വ്യാമോഹമാവാനാണ് സാധ്യത. തീർച്ചയായും ഈ വിഷയവുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധം സംസ്ഥാനത്ത് ഉടനീളം അലയടിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കേരളം അടക്കമുള്ള BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ഞെക്കിക്കൊല്ലാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നെങ്കിൽ ജനാധിപത്യത്തിന്റെ മാർഗത്തിൽ പ്രതിരോധം തീർക്കാൻ കക്ഷി രാഷ്ട്രീയത്തെ അതീതമായി കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകും. ആ പ്രതിരോധത്തിന് മുന്നിൽ ഏത് രൂപത്തിലായിരിക്കും BJPക്ക്, സംസ്ഥാന BJP നേതൃത്വത്തിനടക്കം പിടിച്ചു നിൽക്കാൻ കഴിയുക എന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ട വസ്തുതയും കാര്യവുമാണ്.